ഇനി ബെൽജിയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ്. ലോകകപ്പിന് മുമ്പ് ക്വാർട്ടറിലെത്താൻ അധികം സാധ്യത കൽപ്പിക്കപ്പെടാത്ത ഒരു ടീമായിരുന്നു ബെൽജിയം. തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും വമ്പൻ തിരിച്ചുവരവ് നടത്തിയാണ് അവർ അവസാന 8-ൽ എത്തിയത്. ബെൽജിയം ചോക്ലേറ്റുകൾക്ക് പ്രസിദ്ധമായ നാട്. എന്നാൽ റെഡ് ഡെവിൾസിന്റെ ഫുട്ബോൾ യാത്ര അത്ര മധുരമുള്ളതായിരുന്നില്ല. വിശ്വവേദിയിൽ 1930 മുതൽ പന്ത് തട്ടിത്തുടങ്ങിയെങ്കിലും കാര്യമായ നേട്ടങ്ങളില്ലാതെ 5.5 പതിറ്റാണ്ട് കടന്നുപോയി. 1986 സെമി ഫൈനലിൽ അർജന്റീനയോട് ഏറ്റുമുട്ടിയതായിരുന്നു മികച്ച നേട്ടം. പിന്നീട് 2002 ക്വാർട്ടറിൽ മടക്കം. 12 വർഷത്തിനു ശേഷം വീണ്ടും ഒരു ലോകകപ്പ് പ്രവേശനം. 2014 ബ്രസീൽ ലോകകപ്പ്. അവിടെയാണ് ബെൽജിയം ഫുട്ബോൾ ലോകത്ത് ആ പേര് കോറിയിട്ടത്. എയ്ഡൻ ഹസാർഡ്, തിബോ കോർത്ത, കെവിൻ ഡുബ്രെയ്നെ, വിൻസെന്റ് കോമ്പാനി ബെൽജിയത്തിന്റെ സുവർണ തലമുറയെന്ന് അന്നവരെ ആരാധകർ വിളിച്ചു. ിൽ ക്വാർട്ടറിൽ വീണെങ്കിലും 2018 റഷ്യൻ ലോകകപ്പിൽ സെമി വരെ നീണ്ട യാത്ര. ആ വർഷം മുതൽ 2022 മാർച്ച് വരെ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതായിരുന്നു ബെൽജിയം. 2022 ഗ്രൂപ്പ് ഘട്ടം പിന്നിടാൻ സുവർണ തലമുറക്കായില്ല. ഇതോടെ പലരും പടിയിറങ്ങി. വീണ്ടും ഒരു ലോകകപ്പിന് യോഗ്യത നേടിയെങ്കിലും സുവർണ തലമുറയിലെ ശേഷിക്കുന്നവരായ കെവിൻ ഡുബ്രെയ്നെ, റൊമേലു ലുക്കാക്കു, തിബോ കോർത്ത, ആക്സൽ വിറ്റ്സൽ എന്നിവരാണ് ടീമിലുണ്ടായത്. ഫുട്ബോൾ വിദഗ്ധരുടെ സാധ്യതാ പട്ടികയിൽ അവർക്ക് കാര്യമായ ഒരിടവും ഉണ്ടായിരുന്നില്ല. ആദ്യ 2 കളിയിൽ വഴങ്ങിയ സമനില ആ യാത്ര ഏറെ ദൂരം പോകില്ലെന്ന് വിശ്വസിപ്പിച്ചു. എന്നാൽ കെട്ടുപോകാത്ത പലതും ഇപ്പോഴുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് ന്യൂസിലാൻഡിനെയും സെനഗലിനെയും പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ചു. ആതിഥേയരായ അമേരിക്കയെ 4-1 തീർത്താണ് ക്വാർട്ടർ ബെർത്ത് ഉറപ്പിച്ചത്. ഇപ്പോഴും മാറ്റൊട്ടും ചോരാത്ത സീനിയേഴ്സും ഒപ്പം ട്രസാഡ് അടക്കമുള്ള യുവതാരങ്ങളും ചോരത്തിളപ്പും കൂടിയാകുമ്പോൾ ബെൽജിയം വീണ്ടും സ്വപ്നം കാണുന്നു ആ കനക കിരീടം. ആ സ്വപ്നങ്ങൾക്ക് കരുത്തായി ഫ്രഞ്ച് പരിശീലകൻ റൂഡി ഗാർസിയയുടെ തന്ത്രങ്ങളും കൂട്ടിനുണ്ട്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.